നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഓഗസ്റ്റ് 25 മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള ഒരാഴ്ചക്കാലം എങ്ങനെയാണ് ഓരോ കൂറുകാർക്കും എന്ന് നമുക്ക് നോക്കാം. ആദ്യം മേടക്കൂറ്. ഇവിടെ ചൊവ്വ മാത്രമാണ് 26-ാം തീയതി ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് മാറുന്നത്. മേടക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ആഴ്ചയുടെ തുടക്കത്തിൽ, അതായത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെ കുറച്ച് ദേഹസുഖം തോന്നുന്നു ഈ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. പ്രത്യേകിച്ചും ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരികമായ അസ്വാസ്ഥ്യമോ അസുഖമോ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നൊരു മാറ്റവും ഊർജ്ജസ്വലതയും കൈവരുന്നു ഈ ദിവസങ്ങളിൽ. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഞായറാഴ്ച വിശ്രമത്തിന് ശേഷം കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി തങ്ങളുടെ കർമ്മരംഗത്തേക്ക് അവർക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു. നല്ല സൗഹാർദ്ദ സംഭാഷണങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ ഇവർക്ക് വശീകരിക്കാൻ സാധിക്കുന്നു, അതായത് വശംവദയാക്കാൻ സാധിക്കുന്നു. പ്രത്യേകിച്ചും ഓഫീസിൽ സഹപ്രവർത്തകരുമായി നല്ല അന്തരീക്ഷം പുലർത്താൻ സാധിക്കുന്നു. അതുപോലെ മേലധികാരികളുമായിട്ടൊക്കെ ഇവർക്ക് നന്നായി സഹവർത്തിച്ചു പോകാൻ സാധിക്കുന്നു. അതിനാൽ പൊതുവെ ഇവർക്ക് കർമ്മരംഗം കുറച്ചുകൂടി ഈസിയായി മാറുന്നു. ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ട് കർമ്മരംഗത്തുണ്ടായിരുന്നവർക്ക് അത് ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ മാറിക്കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് ഇവർക്ക് ബന്ധുമിത്രാദികളുടെ സഹായവും സഹോദരന്മാരുടെ ഗുണവും ഈ ആഴ്ച പ്രത്യേകമായി കാണുന്നു. അവരിൽ നിന്ന് സാമ്പത്തികമായ സഹായമോ മറ്റേതെങ്കിലും സമ്മാനമോ ലഭിക്കുന്നു. പുതിയ വസ്ത്രം ഇവർക്ക് ലഭിക്കാം. അതുപോലെ തന്നെ വെളുത്ത വസ്തുക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷത്തിന് വക നൽകുന്ന ഒരുപാട് നിമിഷങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഈ ആഴ്ച ഉണ്ടാകുന്നതായിരിക്കും. വീടിന് അറ്റകുറ്റപ്പണികൾ മാറുന്നു. വീടിൻ്റെ അന്തരീക്ഷം, ഇന്നർ അന്തരീക്ഷം, അതായത് ആന്തരികമായ ആംബിയൻസ് എല്ലാം തന്നെ ഇവർ നന്നാക്കി മാറ്റാൻ ശ്രമിക്കുന്നു, ആകർഷകമാക്കുന്നു അവിടെ. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഒന്ന്, സാമ്പത്തികമായി കുറച്ച് കൂടുതൽ ചിലവ് വരുന്നുണ്ട്. ചിലപ്പോൾ ചില യാത്രകൾ നടത്തിയേക്കാം. പ്രത്യേകിച്ചും ഉപാസനാമൂർത്തിയുടെ ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ കുടുംബ ക്ഷേത്രത്തിലേക്കൊക്കെ ഒരുമിച്ച് ഒരു യാത്ര കാണുന്നു. ബന്ധുമിത്രാദികളും ഒരുമിച്ചും അതുപോലെ സ്വന്തം കുടുംബവുമായും ഒരുമിച്ചിട്ടുള്ള യാത്ര കാണുന്നു. മക്കളുടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഇവർ ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഉപയോഗിക്കുന്നതായി കാണുന്നുണ്ട്. വാഹനം പുതിയത് എടുക്കുകയോ അല്ലെങ്കിൽ വാഹനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മോശാവസ്ഥയുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുകയോ ഒക്കെ ചെയ്യുന്നു. മിക്കവാറും പുതിയ വാഹനവുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വാർത്ത കേൾക്കുന്നതാണ് ഇവർക്ക്. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കൊക്കെ മാറ്റം വരുത്തുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ചില സൗഹാർദ്ദ യാത്രകൾ കൊണ്ടുമൊക്കെ ഇവർക്ക് ഗുണമുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഇവർക്കിപ്പോൾ മോശമായ അവസ്ഥ വരുന്നത്, ഒന്ന്, ഒരു അധിക ചെലവാണ് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. രണ്ട്, ഇവർക്ക് ശ്വാസകോശ സംബന്ധമായോ വാരിയല് സംബന്ധമായോ ഒക്കെ പ്രശ്നമുണ്ടാകാം. പലപ്പോഴും അത് നിസ്സാര സംഭവങ്ങളോ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളോ ഒക്കെ ആകും. മാരകമായ പ്രശ്നങ്ങൾ കാണുന്നില്ല. ഏതെങ്കിലും വിധത്തിൽ പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന അസുഖമോ നേരത്തെ തന്നെ ഗൗരവതരമായ അസുഖങ്ങൾ ഉള്ളവരോ ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ സൂക്ഷിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 25, 28, 29, 30 ഉച്ചവരെയും ഗുണകരമാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ കാർത്തികയുടെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ആദ്യത്തെ ഒരു ദിവസം ആഴ്ച തുടങ്ങുന്നത് അല്പം ചിലവോടുകൂടിയാണെങ്കിലും തിങ്കളാഴ്ച മുതൽ ഇവർക്ക് വളരെ നല്ല ഒരു ദിവസമായി മാറുന്നു. പ്രത്യേകിച്ചും സാമ്പത്തികമായ നേട്ടം ആണ് പ്രധാനം. അവരിൽ നിന്ന് കടം വാങ്ങിക്കൊണ്ടു പോയിരുന്നവരോ അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്ന പണത്തെക്കുറിച്ച് മറവി പോലെ അല്ലെങ്കിൽ ചിന്തിക്കാതെ ഇരിക്കുകയോ ചെയ്യുന്ന ഈ നക്ഷത്രക്കാരിൽ പലർക്കും പൊടുന്നനവേ ഈ പണം തിരിച്ചു കിട്ടുന്നതായി കാണുന്നു. അപ്രതീക്ഷിതമായ ധനത്തിൻ്റെ വരവ് എന്തായാലും ഇവർക്ക് ഗുണമാണ്. അതുപോലെ ജോലിയുടെ കാര്യത്തിലായാലും ശരി, ജോലി ഉണ്ടായിരുന്നവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളോ പ്രശ്നങ്ങളോ ജോലി സ്ഥലത്ത് ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരു മാറ്റം വരുന്നു. അത് കുറച്ചുകൂടി സുഗമമാകുന്നു. ഈ നക്ഷത്രക്കാർക്ക് തന്നെ മനസ്സിലാകുന്നു കാര്യങ്ങൾ കുറച്ചുകൂടി സുഗമമായി മുന്നോട്ട് പോകുന്നുവെന്ന്. ഇനി ജോലി ഇല്ലാത്തവരുടെ കാര്യത്തിലാണെങ്കിൽ ഈ നക്ഷത്രത്തിൽ പെട്ടവർക്ക് ഇപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അതും അവർ വേണ്ടത്ര ഗൗനിക്കാതെ ഇരുന്ന മേഖലയിൽ അല്ലെങ്കിൽ ഒരു അഭിമുഖത്തിൽ പങ്കെടുത്തതിന് ശേഷം വേണ്ടത്ര തങ്ങളെക്കുറിച്ച് മതിപ്പ് അവർക്ക് തോന്നിയിട്ടുണ്ടാകുമോ എന്ന് ആശങ്ക ജനിപ്പിച്ചിരുന്ന ചില അഭിമുഖങ്ങൾ തന്നെ സക്സസ് ആകുകയും ഇവർക്ക് ആ മേഖലയിൽ ജോലി കിട്ടുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, വളരെ അകന്നിരുന്ന ചില ബന്ധുക്കൾ, പ്രത്യേകിച്ചും വിദേശത്തുള്ളവർ ഇവരുമായി ആശയവിനിമയം നടത്തുകയും ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക സഹായമോ മറ്റ് സഹായ സഹകരണങ്ങളോ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. തൊണ്ട, ശ്വാസകോശം, അതുപോലെ തലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും നീർദോഷത്തിൻ്റെയോ മറ്റോ അലർജി അസുഖങ്ങളുടെയോ മറ്റോ കാരണമാകാം. അതുമായിട്ട് ബന്ധപ്പെട്ട് ആഴ്ചയുടെ രണ്ടാമത്തെയോ അതായത് മിക്കവാറും വ്യാഴം വെള്ളി ദിവസങ്ങൾ, അതായത് ആഴ്ചയുടെ പകുതിക്ക് ശേഷം ഇവർക്ക് ചിലപ്പോൾ ഒന്ന് കിടപ്പിലാകേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ തങ്ങളുടെ
കർമ്മസ്ഥലത്ത് പോകാൻ സാധിക്കാതെയോ മറ്റോ വന്നേക്കാം, അതേ ഉള്ളൂ. പക്ഷേ അതൊന്നും സാമ്പത്തികമായ നഷ്ടത്തിനോ മറ്റു കാരണങ്ങൾക്കോ വഴിവെക്കുന്നില്ല. ചില ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന വിള്ളലുകൾ അത് ഈ ആഴ്ചയും വലിയ പുരോഗമനമൊന്നുമില്ലാതെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിരഹത്തിൻ്റെയോ ഏതെങ്കിലും വിധത്തിലുള്ള വിഷമത്തിൻ്റെയോ ഒക്കെ ഒരു അവസ്ഥ ഈ ആഴ്ചയും ഇവർക്ക് നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ തുടർന്നു വരുന്ന ദിവസങ്ങളിൽ അതിനൊക്കെ പരിഹാരം കാണുന്നതായിട്ടും ഇവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതായി ചിന്തിക്കേണ്ടത് ഇവർ സൈനസൈറ്റിസിൻ്റെ അസുഖമുള്ളവർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ നീർദോഷം എപ്പോഴും ബാധിക്കുന്നവർ അവരൊക്കെ വളരെ ശ്രദ്ധിക്കണം, മുൻകരുതലുകൾ എടുക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 26, 27, 30 ഉച്ചയ്ക്ക് ശേഷം 31 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർത്തത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ശാസ്ത്രീയമായ ചില പരീക്ഷണങ്ങളോ ചില ക്രമീകരണങ്ങളോ കൊണ്ട് തങ്ങളുടെ ജോലി രംഗം കുറച്ചുകൂടി മികവുറ്റതാക്കാൻ ശ്രമിക്കുന്നത് ഇവരുടെ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമായി മാറുന്നു. അതിൻ്റേതായ ഒരു ലഹരി അല്ലെങ്കിൽ ഉന്മാദം കൊണ്ട് ചിലപ്പോൾ ശാരീരികമായ ചില അവശതകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാര്യങ്ങളൊക്കെ വളരെ വേഗതയിൽ ചെയ്തു തീർക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ചില അപകട സാധ്യതകളും ഒളിഞ്ഞിരിക്കുന്നു. എന്നാലും പൊതുവെ ഇവർക്ക് ബുദ്ധിപരമായും അതുപോലെ മാനസികമായും ശാരീരികമായും ഉന്മേഷം വരുന്ന ഒരു ആഴ്ചയായിട്ടാണ് കാണുന്നത്. കൂടുതലും പ്രവർത്തിക്കാനുള്ളൊരു മനസ്സുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ കർമ്മരംഗം സജീവമാകുന്നു. അതുവരെ ഉണ്ടായിരുന്ന ആലസ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഉഴപ്പോ ഒക്കെ മാറി തങ്ങളുടെ തൊഴിൽ രംഗത്ത് കൂടുതൽ സജീവമായി ഇടപെടാൻ സാധിക്കുന്നത് ഭാവിയിലേക്കുള്ള ഒരു വലിയ മുതൽക്കൂട്ടായി വേണം ഈ നക്ഷത്രക്കാർ കാണാൻ. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ജോലിയുടെ കാര്യത്തിലും ഇവർക്ക് വളരെ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. ചില നല്ല യാത്രകൾ ഉണ്ടാകുന്നു. ആ യാത്രകൾ കൊണ്ടും ഇവർക്ക് ഗുണം കാണുന്നു. മറ്റേതെങ്കിലും വിധത്തിലുള്ള സ്കിൽഡ് കഴിവുകൾ ഉള്ളവർ, മറ്റേതെങ്കിലും തരത്തിലുള്ള ക്രാഫ്റ്റ് വർക്കോ അല്ലെങ്കിൽ എഴുത്തോ അതുമല്ലെങ്കിൽ മറ്റ് ആർക്കിടെക്ചറൽ കഴിവുകളോ ഒക്കെ ഉള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട് നല്ല അവസരങ്ങൾ കിട്ടാനുള്ള ഒരു തുടക്കമായും ഈ ആഴ്ചയെ കാണാം. പൊതുവെ ഇവർക്ക് കർമ്മരംഗം ശോഭനീയമായിട്ടാണ് കാണുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരുടെ സഹോദരന്മാരിൽ നിന്ന് ഇവർക്ക് പ്രത്യേകിച്ചും സഹോദരന്മാരിൽ നിന്നൊക്കെ സാമ്പത്തികമായ സഹായം നേടാൻ കാണുന്നുണ്ട്. പക്ഷേ സ്വന്തം കുടുംബാംഗവുമായി പ്രത്യേകിച്ചും ജീവിത പങ്കാളിയുമായിട്ടും ചെറിയ ചില അകൽച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില സമ്മാനത്തിൻ്റെയോ മറ്റു കാര്യങ്ങളിലോ കൊടുത്ത വാഗ്ദാനങ്ങൾ ഈ ആഴ്ച നിറവേറ്റാൻ സാധിക്കാതെ വരുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സൗന്ദര്യപ്പിണക്കവും മറ്റുമാകാം അത്. എന്നാലും സൂക്ഷിക്കുക. അതുപോലെ ലോവർ അബ്ഡമിൻ ഭാഗം, ജെനിറ്റൽ ഓർഗൻസ്, ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും ശാരീരികമായ അവശതയുണ്ടാകാനും സാധ്യതയുണ്ട്. സ്കിൻ സംബന്ധമായ അസുഖമാണ് പ്രധാനമായും വരിക. സ്ത്രീകൾക്കാണ്, ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണെങ്കിൽ യൂട്രസ് സംബന്ധമായ ചെറിയ പ്രശ്നമോ കുഴപ്പങ്ങളോ ഒക്കെ ഉണ്ടാകാം. സ്വാഭാവികമായി ഉണ്ടാകുന്ന അവരുടെ പീരീഡ് സംബന്ധമായ കാര്യങ്ങൾക്കുമൊക്കെ എന്തെങ്കിലും പെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ആഴ്ച കാണുന്നു. പ്രധാനമായും ജോലി സംബന്ധമായ കാര്യങ്ങൾ, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള വരുമാനത്തിൻ്റെയും ജോലിയുടെയും പഠനത്തിൻ്റെയും കാര്യത്തിലൊക്കെ ഇവർക്ക് ഗുണമാണ്. എന്നാൽ കുടുംബത്തിൽ ചെറിയ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് അകന്നു നിൽക്കാനുള്ള പ്രവണത ഒക്കെ ഇപ്പോഴുണ്ടാകാം. ഞാൻ ഈ പറഞ്ഞ ശാരീരിക ഭാഗങ്ങളിൽ അസുഖങ്ങൾ ഉണ്ടാകാനുള്ളയോ അവശത ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അത്തരം കാര്യങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 25, 28, 29, 30 ഉച്ചവരെയും ഗുണകരമായി കാണുന്നു. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർത്തത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. തങ്ങളുടെ കർമ്മ മേഖലയിൽ ഇവരും ഇപ്പോൾ കുറച്ച് ആക്റ്റീവായിട്ട് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവർക്ക് ഇപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യത ചില പ്രശ്നങ്ങൾ, അതായത് ആശങ്ക ജനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അവരുടെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്നത് കൊണ്ട് സ്വന്തം തൊഴിൽ മേഖലയിൽ കൂടുതൽ മനസ്സും ശരീരവും അർപ്പിക്കാൻ ഇവർ തീരുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച അവർക്ക് കഴിഞ്ഞ ആഴ്ചയേക്കാൾ അല്ലെങ്കിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന ചില ദുരനുഭവങ്ങളെക്കാൾ കൂടുതൽ നന്നായി അവരുടെ ജോലി സ്ഥലത്ത് ഇടപഴകാൻ, വ്യാപരിക്കാൻ സാധിക്കുന്നു. അത് ഗുണകരമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടവും ഇവർക്ക് കാണുന്നുണ്ട്. വലിയ അളവിൽ സഹായം ചിലപ്പോൾ ഇവരിലേക്ക് വന്നേക്കാം. പ്രത്യേകിച്ചും ഇവരിപ്പോൾ ലോട്ടറി എടുക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും ഭാഗ്യ ഇടപെടലുകൾ, ചില കമ്മീഷൻ വ്യവസ്ഥയിലുള്ള ചില മധ്യവർത്തി സ്ഥാനങ്ങൾ, ഇതൊക്കെ തന്നെയും ഇപ്പോൾ അനുകൂലമായിട്ട് വരാനൊരു സാധ്യത കാണുന്നുണ്ട്. തടസ്സങ്ങളും ആശങ്കകളും ഇപ്പോഴും ഇവരെ വിട്ടൊഴിയുന്നില്ല എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണിത് പറയുന്നത്. ആദ്യം ചിലപ്പോൾ നിരാശയോടുകൂടിയോ അല്ലെങ്കിൽ കുറേ ട്രൈ ചെയ്തില്ലോ ഒന്നും നടന്നില്ല എന്നുള്ള ഒരു വിഷമ മനസ്സോടുകൂടി ആയിരിക്കും ഇവർ പലതിലും ഇടപെടുക. എന്നാൽ പോലും ചിലപ്പോൾ വളരെ പെട്ടെന്നുണ്ടാകുന്ന ചില ഭാഗ്യം കൊണ്ട് ഇവർക്കിപ്പോൾ അനുകൂലമായ ചില അവസ്ഥകൾ ഉണ്ടാകാം.
അതോടൊപ്പം തന്നെ ശാരീരികമായി പ്രത്യേകിച്ചും ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ സഹോദരന്മാർക്കോ സഹോദരികൾക്കോ ഒക്കെ ശാരീരികമായ അവശതകൾക്ക് വേണ്ടി ഇവർക്കിപ്പോൾ പണം മുടക്കേണ്ടി വന്നേക്കാം. എന്നാൽ അതിൽ കൂടുതൽ പണമൊക്കെ ഇവരിലേക്ക് ഇപ്പോൾ വന്നു ചേരും, അതിന് ചിലവും ഉണ്ടാകും എന്നുള്ള കാര്യം മറന്നുകൊണ്ടല്ല പറയുന്നത്. അത്തരം കാര്യങ്ങളുണ്ടാകാം. ചില യാത്രകൾ ചിലപ്പോൾ പാഴായിപ്പോയെന്നിരിക്കാം. എന്നാലും അടുത്ത ദിവസം അതൊക്കെ പരിഹരിച്ചുകൊണ്ട് കൂടുതൽ സജീവമായി കർമ്മരംഗം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നാവ്, മൂക്ക്, ചെവി ഈ ഭാഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. അതുപോലെ കണ്ണിലും ചെറിയ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ചും ഈ ബി കോംപ്ലക്സിൻ്റെയൊക്കെ കുറവ് കൊണ്ട് നാവ്, മോണ ഈ ഭാഗങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന ഒരു സമയമാണ്. അത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജ്യോതിഷ സംബന്ധമായി നോക്കുമ്പോഴും അത് കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബത്തിൽ ചെറിയ ചില കലഹങ്ങളും അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം കൊണ്ട് പറയുന്ന വാക്കുകൾ ആ സമയത്ത് ഓർക്കാതെ പറയുന്നതാകുന്നത് കൊണ്ടാവണം ചിലപ്പോൾ വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റം സംയമനത്തോടു കൂടി പെരുമാറുക എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം ഈ ആഴ്ച. സാമ്പത്തികമായിട്ട് വലിയ ദോഷം എന്തായാലും കാണുന്നില്ല. ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 25, 26, 27, 30 ഉച്ചയ്ക്ക് ശേഷം 31 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസം അത്ര നല്ലതല്ല. ഞായറാഴ്ച 25-ാം തീയതി ചില മാനസികമായ വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾക്കോ അല്ലെങ്കിൽ പിതാവിനോ ശാരീരികമായ അവശത കാരണം ചിലപ്പോൾ വീട്ടിൽ ഇവരുടെ സമയം ചിലവഴിക്കുന്നതൊക്കെയും പണം ചിലവഴിക്കുന്നതൊക്കെയും ഇതിനു വേണ്ടിയാകും. ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് മനസ്സിന് അല്പം വിഷമമുണ്ടാകുന്ന ദിവസം കൂടിയാണ് ഞായറാഴ്ച. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ അവശത ബാധിച്ചവർക്കോ അസുഖം ബാധിച്ചവർക്കോ അതിൽ നിന്ന് കരകയറാൻ സാധിക്കുന്നു. അതിൻ്റെ ഒരു മനസമാധാനത്തോടു കൂടി തങ്ങളുടെ കർമ്മരംഗത്ത് നന്നായി ശോഭിക്കാൻ ഇവർക്ക് സാധിക്കുന്ന ദിവസങ്ങളാണ് തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങൾ താരതമ്യേന ഗുണമാണ്. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് പഠന സംബന്ധമായ കാര്യങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഗുണമാണ് കാണുന്നത്. മറ്റ് പ്രവർത്തിക്കുന്നവർക്ക്, ജോലി ചെയ്യുന്നവർക്കും ഗുണമാണ് കാണുന്നത്. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. പ്രത്യേകിച്ചും വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയ്ക്കോ പഠനത്തിനോ ഈ ഷോർട്ട് പീരീഡിൽ വിസ എടുത്തുകൊണ്ട് ജോലി അന്വേഷിച്ച് പോകുന്നവർക്കൊക്കെ ഗുണകരമായ വാർത്തകൾ ഈ ആഴ്ച അതുമായി ബന്ധപ്പെട്ട് കേൾക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. പൊതുവെ ഗുണകരം തന്നെയാണ് കർമ്മരംഗത്ത്. ഏത് കർമ്മരംഗമായാലും അത് ഗുണമായിട്ടാണ് കാണുന്നത്. അതുപോലെ സാമ്പത്തിക നേട്ടവും പെട്ടെന്ന് ഈ ആഴ്ച ഇവർക്ക് പ്രത്യേകിച്ചും 26-ന് ശേഷം വളരെ ഗുണമായിട്ട് കാണുന്നുണ്ട്. വളരെ പെട്ടെന്ന് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ആ തീരുമാനങ്ങൾ പണമായി മാറുകയും ചെയ്യുന്ന ഒരു അവസരം കാണുന്നു. ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി വരുന്നു. അതിൻ്റെ മധ്യസ്ഥത നിൽക്കുന്നതിലും ഇവർക്ക് ഗുണം കാണുന്നുണ്ട്. സഹോദരന്മാരിൽ നിന്നും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും ഇവർക്ക് ഗുണം കാണുന്നുണ്ട്. അതോടൊപ്പം സഹോദരന്മാർക്ക് ശാരീരികമായ അവശത ഉണ്ടാകുന്നതായിട്ടും കാണുന്നു. എന്നാലും പൊതുവേ ഗുണകരമായിട്ടാണ് ഈ ആഴ്ച ഇവർക്ക് കാണുന്നത്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ചിലപ്പോൾ അല്പം ചിലവ് കൂടിയിരിക്കാം. ചില ദൂരയാത്രകൾ ചെയ്തെന്നിരിക്കാം. വലിയ ഗുണം കിട്ടാത്ത ചില യാത്രകളൊക്കെ ചെയ്തു എന്നിരിക്കാം. നട്ടെല്ല് സംബന്ധമായോ ജോയിൻറ്റ് പെയിൻ സംബന്ധമായോ അല്പം അസ്വസ്ഥത ഇവർക്കുണ്ടാകാവുന്ന പീരീഡാണിത്. പൊതുവെ ശരീരത്തിൻ്റെ ഉൾച്ചൂട് കൂടിയിരിക്കുന്നതിനാൽ അല്പം ശ്രദ്ധിക്കുക. എക്സസൈസ് പോലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുക. ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഒക്കെ കൊണ്ടുണ്ടാകാവുന്ന ഭയപ്പെടുത്തുന്ന ചില അവസരങ്ങൾ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഈ ആഴ്ചയിൽ ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 26, 27, 28, 29, 30 ഉച്ച വരെയും ഗുണകരമാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവർക്കും ഈ ഒരാഴ്ചയുടെ തുടക്കത്തിൽ ചില ശാരീരിക അവശതകൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഉദര സംബന്ധമായോ നട്ടെല്ല് സംബന്ധമായോ ഈ നട്ടെല്ലിൻ്റെ ബേസ് ഭാഗത്തൊക്കെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തേയ്മാനം കൊണ്ടുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ, തുട, കാല് ഈ ഭാഗത്തൊക്കെ വേദനയോ പ്രശ്നങ്ങളോ തന്നേക്കാം. അതുകൊണ്ട് തന്നെ ഒരു ആലസ്യം നിറഞ്ഞ, ഒരു വിഷമം നിറഞ്ഞ ദിവസമായിട്ടായിരിക്കും ആഴ്ചയുടെ തുടക്കം. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ അതിനൊക്കെ ഒരു മാറ്റം കാണുന്നു. ഭാഗ്യം പോലെ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ കൊണ്ട് വളരെ ഭാഗ്യം പോലെ ഇവർക്ക് അതിൽ നിന്നൊക്കെ മുക്തി നേടാൻ സാധിക്കുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിൽ തിങ്കളാഴ്ച മുതൽ ഇവർക്ക് അനുകൂലമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കാണെങ്കിൽ, അല്ലാതെ ഇവിടെ ഉപരിപഠനം നടത്തുന്നവർക്കും ഇവിടെ ജോലി അന്വേഷിക്കുന്നവർക്കും ഗുണകരമായ ദിവസങ്ങളായിട്ടാണ് തിങ്കൾ മുതൽ കാണുന്നത്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ നക്ഷത്രക്കാർക്ക് ഗുണമുള്ള ചില വാർത്തകൾ കേൾക്കാൻ സാധിക്കും. അത് അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കും. ഇനി ജോലി ഉള്ളവരാവട്ടെ അവർക്ക് തങ്ങളുടെ കർമ്മമേഖലയിൽ മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും പ്രശംസ കേൾക്കത്തക്ക വിധം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും.
പ്രധാന വിഷയം ഇവരുടെ ഇളയ സഹോദരിമാർ, പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാരുടെ ഇളയ സഹോദരിമാരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ചിലപ്പോൾ ചില ചെറിയ വിഷമങ്ങൾ ഉണ്ടായേക്കാം. നടക്കാൻ തീരുമാനിച്ചത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാങ്കേതികമായ തടസ്സങ്ങൾ കൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാനുള്ള സാധ്യത കാണുന്നു. അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിനൊക്കെ മാറ്റമുണ്ടാകുമെന്ന് കാണുന്നുണ്ട്. ഇവർ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും ഈ തേയ്മാനം സംബന്ധിച്ചിട്ടുള്ള കാല്, പാദങ്ങൾ, തുട ഈ ഭാഗത്തുണ്ടാകുന്ന വേദനയും പ്രശ്നങ്ങളുമാണ്. അതിനെ ഗൗനിക്കാതെ ഇരുന്നാൽ, ഗൗരവമായി എടുക്കാതിരുന്നാൽ ചിലപ്പോൾ അത് പിന്നീടുള്ള ദിവസങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാനും എണീക്കാനൊക്കെ ബുദ്ധിമുട്ടും നിന്ന് പ്രവർത്തിക്കാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകും. അത് പൊതുവേ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ബാധിക്കുമെന്നതിനാൽ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അസുഖങ്ങൾ ഉള്ളവർക്ക് അത് മൂർച്ഛിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കണ്ട് അതിനൊക്കെ പരിഹാരം കണ്ടെത്തണം. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസം ഇവർക്ക് വലിയ ദോഷം ഇല്ലെങ്കിലും തുടക്ക ദിവസം ചെറിയ ആലസ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് ഗുണമുണ്ടെന്ന് പറഞ്ഞു. അത് പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടവും കർമ്മരംഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് കാണുന്നത്. ആഴ്ചയുടെ അവസാന ദിവസം വരെയും ഇവർക്ക് സാമ്പത്തികമായ കാര്യത്തിൽ ദോഷമൊന്നും കാണുന്നില്ല. തുടക്ക ദിവസത്തിലെ ചില ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് കന്നിക്കൂറുകാർക്ക് പൊതുവെ ഈ ആഴ്ച ഗുണകരമായിട്ട് തന്നെ വേണം കാണാൻ. ഓർക്കാപ്പുറത്തുണ്ടാകുന്ന ചില ഭാഗ്യമോ അല്ലെങ്കിൽ അനുകൂല മനസ്ഥിതിക്കാരുടെ സഹായമോ ഒക്കെ ഇവരെ പെട്ടെന്ന് സന്തോഷഭരിതരാക്കും ഈ ആഴ്ച. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 28, 29, 30, 31 ദിവസങ്ങൾ ഗുണകരമാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവർക്ക് തുടക്ക ദിവസം മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ബന്ധുമിത്രാദികളുമൊത്ത് നല്ല ഒരു സഹവാസത്തിൻ്റെ അവസരം കാണുന്നു. അതുപോലെ കുടുംബാംഗങ്ങളുമായി നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഞായറാഴ്ച അവധി ദിവസമൊക്കെ ആയതുകൊണ്ട് സന്തോഷത്തിൻ്റെതായ ഒരു മൂഡ് പൊതുവേ കാണുന്നു. പൊതുവേ ഇവർക്ക് വ്യാഴം അഷ്ടമത്തിൽ പോയതിനു ശേഷം അല്പം വിഷമങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും 7ാം ഭാവാധിപൻ 26-ാം തീയതി തൊട്ട് ഇവർക്ക് 9ാം ഭാവത്തിലേക്ക് പോകുന്നത് കൊണ്ട് ബന്ധുമിത്രാദികളുടെ സഹായം, പ്രത്യേകിച്ച് വിവാഹശേഷമുണ്ടായ ബന്ധങ്ങളിൽ നിന്ന്, അതായത് ജീവിത പങ്കാളിയുടെ പിതാവോ സഹോദരന്മാരോ ഒക്കെ ഇവരെ ഇപ്പോൾ സഹായിക്കുന്നൊരവസരം കാണുന്നുണ്ട്. സ്വന്തം പിതാവിന് ഒരുപക്ഷെ ഈ ഭാര്യാപിതാവിനോ അല്ലെങ്കിൽ ഭർത്തൃപിതാവിനോ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതായത് ജീവിത പങ്കാളിയുടെ ബന്ധുക്കൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളോ അപകട സാധ്യതകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്, ഈ നക്ഷത്രക്കാർക്ക് പണം മുടക്കേണ്ടി വന്നേക്കാമെന്നും കാണുന്നു. യാത്ര ഇവർക്കിപ്പോൾ അനുകൂലമായ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ ഉള്ള യാത്ര ഇവർക്ക് അനുകൂലമായിട്ടാണ് കാണുന്നത്. അതുപോലെ തൊഴിൽ മേഖലയിൽ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള യാത്രകളൊക്കെ തന്നെയും വിജയകരമായി കാണുന്നു. പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുക്കുകയും അത് ഇവർക്ക് വളരെ ഗുണകരമായി മാറുകയും ചെയ്യുന്നു. സ്കിൻ സംബന്ധമായ ചില അസുഖങ്ങളാണ് ഇവർക്കിപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത. അലർജി ഉണ്ടാകാം, റാഷസോടുകൂടിയ നീര്, ഇതൊക്കെ ഇപ്പോൾ ഇവർക്ക് ശരീരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പ്രധാനമായും ഇവർ ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തിക മേഖലയിൽ ഇവർക്ക് വലിയ ഗുണമുണ്ടെന്ന് പറഞ്ഞു. പ്രത്യേകിച്ചും സർക്കാരുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക പ്രവർത്തനങ്ങളിൽ നിന്ന്, ചില പ്രോജക്റ്റുകളിൽ നിന്നൊക്കെ സാമ്പത്തികമായ സഹായം ഇവർക്ക് ലഭിക്കുന്നു. ഇനി സർക്കാർ ജീവനക്കാർക്കാണെങ്കിൽ അവർക്ക് മറ്റ് ചില ആനുകൂല്യങ്ങൾ ഇപ്പോൾ പൊടുന്നനവേ ലഭിക്കാൻ പോകുന്നതായിട്ടുള്ള അറിയിപ്പുകൾ കിട്ടുന്നു. അതുകൊണ്ട് പൊതുവെ സാമ്പത്തിക കാര്യത്തിലും പ്രവർത്തന രംഗത്തും ഇവർക്ക് മനസ്സന്തോഷം ലഭിക്കുന്നു. എന്നാൽ ശാരീരികമായ അവശത ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. കുടുംബത്തിലും വലിയ ദോഷങ്ങൾ കാണുന്നില്ല. പൊതുവേ ഈ ആഴ്ച തുലാക്കൂറിന് വലിയ ദോഷങ്ങളില്ലാതെ കടന്നുപോകും. സാമ്പത്തികവും പ്രവർത്തന രംഗത്തും വളരെ ഗുണം കാണുന്നുമുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ പ്രധാന ദിവസങ്ങൾ എന്ന് പറയുന്നത് 25 നല്ല ദിവസമാണ്. പിന്നെ 30 ഉച്ചയ്ക്ക് ശേഷം 31 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിൽ വ്യാഴവും 8-ൽ ചൊവ്വയും നിൽക്കുന്നുണ്ട്. 8-ൽ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് ശ്രദ്ധിക്കണം, ചില പതുങ്ങി ഇരിക്കുന്ന അപകട സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് സ്പീഡിൽ വാഹനം ഓടിക്കുന്നതും എടുത്തുചാട്ടം പോലെയുള്ള പ്രവൃത്തികൾ ഈ കായിക രംഗത്തോ അല്ലെങ്കിൽ ശരീരം കൊണ്ട് ചെയ്യുന്ന ചില എടുത്തുചാട്ടങ്ങൾ, പെട്ടെന്ന് തീരുമാനിക്കാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ അപകട സാധ്യതകൾ ഉണ്ടാകാം. ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഇടപഴകേണ്ടി വരുമ്പോൾ വളരെ സൂക്ഷിച്ചത് ചെയ്യണമെന്ന് പറയുന്നു. ജിമ്മിൽ പോകുന്നവരും സാഹസിക കർമ്മങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്നവരുമൊക്കെ അത്തരം കാര്യങ്ങൾ അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യുക, പ്രാർത്ഥനയോടുകൂടി ചെയ്യുക എന്നതാണ് പറയുന്നത്.
അതുപോലെ ഇവരുടെ വാക്ക് ഇപ്പോൾ ഇവർക്ക് തന്നെ ശത്രുവായി മാറാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും വേണ്ടപ്പെട്ടവരോട് പോലും മുഷിഞ്ഞ വാക്കുകൾ പറഞ്ഞ് അവരെ വെറുപ്പിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് വീട്ടിൽ കലഹമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. ശ്രദ്ധിക്കുക. അങ്ങേയറ്റം കരുതലോടുകൂടി ഓരോ കാര്യവും ചെയ്യുക. സാമ്പത്തികമായിട്ട് ഇവർക്കിപ്പോഴും ദോഷമൊന്നും കാണുന്നില്ല. പക്ഷേ സാമ്പത്തികമായി ഉണ്ടാകുന്ന നേട്ടം ഈ വിധത്തിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കേസോ വഴക്കോ ആകാം. അതുപോലെ തന്നെ ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് പണം വരുന്നു എന്നത് മാത്രം നോക്കിയാൽ പോരല്ലോ, അത് സമാധാനത്തോടുകൂടി അനുഭവിക്കാനുള്ളൊരവസ്ഥ കൂടി ഉണ്ടാക്കിയെടുക്കണം. അത് ചിലപ്പോൾ ഈ ആഴ്ച ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ടാണ് അത് പ്രത്യേകം പറയുന്നത്. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ബാക്കി ഗുണങ്ങളെല്ലാം അനുഗ്രഹമാണ്. 11ാം ഭാവത്തിൽ നീചനാണെങ്കിലും ശുക്രൻ സാമ്പത്തികമായ നേട്ടം നൽകും. പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകും. ശുക്രൻ്റെ നീചത്വം ഒരു പരിധിവരെ ഇവർക്കിപ്പോൾ വേറെ തരത്തിൽ ഗുണമാണ്. പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം ഊർജ്ജസ്വലതയോടുകൂടി പങ്കെടുക്കാൻ സാധിക്കും. ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റ് കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് സ്വന്തം കർമ്മരംഗം കൂടുതൽ സജീവമാകാൻ ഇവർപ്പോൾ പെടാപ്പാടുപെടും. അതിൻ്റെ ഗുണം ഇവർക്ക് എന്തായാലും ഉണ്ടാകും. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ജീവിതത്തിൻ്റെ പ്രധാന സംഭവങ്ങൾ വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം കഴിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിൽ തന്നെയും ഈശ്വരാനുഗ്രഹം ഉണ്ട്. അതുകൊണ്ട് അതിനൊന്നും തടസ്സം ഉണ്ടാകില്ല എന്ന് തന്നെ പറയുന്നു. മാതാവിന് ഇപ്പോഴും ദോഷത്തെ കാണുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഈ നക്ഷത്രക്കാരുടെ അമ്മമാർക്ക് എന്തെങ്കിലും മാനസിക വിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വാഹനം സൂക്ഷിച്ചോടിക്കണം, പ്രത്യേകിച്ചും മാതാവുമൊത്തുള്ള സഞ്ചാരങ്ങൾ. ഇവരുടെ ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 25, 26, 27 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. സന്താനങ്ങളുടെ ചെറിയ ചില മാനസിക വിഷമങ്ങളോ ശാരീരിക വിഷമങ്ങളോ, അവരോട് പറഞ്ഞ വാക്കുകൾ സമ്മാനം വാങ്ങിത്തരാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവർക്കിപ്പോൾ കൊണ്ടുതരാം, അവർ ചോദിച്ച കാര്യം കൊണ്ടുതരാം എന്നുള്ളത് ചിലപ്പോൾ മറന്നു പോകുന്നത് കൊണ്ടോ മറ്റു ചില അസൗകര്യങ്ങൾ കൊണ്ടോ താമസിക്കാം. അതിൻ്റേതായ പ്രശ്നങ്ങൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുകയോ അവരുടെ വിഷമം കണ്ട് ഈ നക്ഷത്രക്കാർക്ക് മാതാപിതാക്കൾക്ക് ദോഷം വിഷമം ഒക്കെ ഉണ്ടാവുകയോ ചെയ്യാം. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ ഇതിനെയെല്ലാം പരിഹരിച്ചുകൊണ്ട് ഈ കടബാധ്യതയിൽ നിന്നുള്ള മുക്തി എന്ന് പറയുന്നത് പോലെ ചെയ്തുപോയ അല്ലെങ്കിൽ പറ്റിപ്പോയ ഒരു കാര്യത്തിന്, ഒരു ദോഷത്തിന് പരിഹാരാർത്ഥം ഇരട്ടി ഗുണങ്ങളുമായി ഇവരിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് കടബാധ്യതയിൽ നിന്ന് മോചനം, സാമ്പത്തിക നേട്ടം, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷത്തിൻ്റെ ദിവസങ്ങളൊക്കെയാണ് തൊട്ടടുത്ത ദിവസം. ഉദരവുമായി ബന്ധപ്പെട്ട് ചെറിയ ചില അസുഖങ്ങൾ ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ശാരീരികമായി ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഓൾറെഡി ഉള്ളവർക്കോ ഒക്കെ ഈ ദിവസങ്ങളിൽ ഇത് മൂർച്ഛിക്കാനിടയുണ്ട്. അതുകൊണ്ട് ആഹാരം കഴിക്കുന്ന കാര്യത്തിലും അതിൻ്റെ ക്രമീകരണങ്ങളിലും വളരെ ശ്രദ്ധ വേണം. സാമ്പത്തികമായിട്ട് ദോഷമൊന്നും കാണുന്നില്ല. തങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയിരുന്ന പണം തങ്ങൾ കൊടുക്കാം അല്ലെങ്കിൽ നൽകാമെന്ന് ഏറ്റിരുന്ന വാഗ്ദാനങ്ങൾ ഇതെല്ലാം തന്നെ നടക്കുന്ന ഒരു ദിവസങ്ങളാണ് ആഴ്ചയുടെ ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള ദിവസങ്ങൾ. പൊതുവെ ഗുണകരമായിട്ട് കാണുന്നു. കുടുംബാംഗങ്ങളുമായിട്ട് സന്തോഷമുള്ള അന്തരീക്ഷമൊക്കെ കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ശ്രദ്ധിക്കണം. ശാരീരികമായ ചില അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്കുണ്ട്. പ്രത്യേകിച്ച് നട്ടെല്ല് സംബന്ധമായോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായോ അലർജി അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. സാമ്പത്തികമായിട്ട് ഇവർക്ക് ദോഷമൊന്നുമില്ല. അപ്രതീക്ഷിതമായി ധനം ഇവരുടെ കയ്യിൽ വന്നു ചേരും. ആഴ്ചയുടെ അവസാന ദിവസവും അത് വരും. ചില തീരുമാനങ്ങളിൽ നിന്ന് ഇവർക്ക് വിജയമുണ്ടാവുകയും അത് സാമ്പത്തിക വിജയമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ദോഷമൊന്നുമില്ല. നീർദോഷ സംബന്ധമായോ അലർജി സംബന്ധമായോ നട്ടെല്ല് സംബന്ധമായോ അസുഖം വരാം എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇവരുടെ സ്ത്രീ ബന്ധുക്കൾ, അമ്മ, സഹോദരി, മകൾ, ഭാര്യ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീ സുഹൃത്തുക്കൾ, ഇവർക്ക് ഈ നക്ഷത്രക്കാർ വഴി, ഈ നക്ഷത്രക്കാരിൽപ്പെട്ട പുരുഷന്മാർ വഴി എന്തെങ്കിലും ദോഷമുണ്ടാകാനുള്ള സാധ്യതയും അല്ലെങ്കിൽ അവരാൽ ചില വിഷമം ഉണ്ടാകുന്ന സാധ്യതയും അല്ലെങ്കിൽ അവർക്കുള്ള വിഷമം ഇവരിൽ ദോഷമായി മാറാനുള്ള കാര്യവും കാണുന്നുണ്ട്. ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത്, അതായത് ധനുക്കൂറിൻ്റെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26, 27, 28, 29, 30 ഉച്ചവരെയും ഗുണകരമാണ്. അടുത്തത് മകരക്കൂർ. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവർക്ക് വ്യാഴം 5ലും അതുപോലെ തന്നെ ചൊവ്വ 6ലും സഞ്ചരിക്കുന്നു. 3, 6, 11 പാവഗ്രഹങ്ങൾക്ക് നല്ലതാണ്. ചൊവ്വ 6ൽ സഞ്ചരിക്കുമ്പോൾ നമ്മളിൽ തന്നെ ഉണ്ടായിരുന്ന, ഈ നക്ഷത്രക്കാരിൽ തന്നെ ഉണ്ടായിരുന്ന ചില ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയിൽ അവനിൽ തന്നെയുള്ള ശത്രുത എന്ന് പറഞ്ഞാൽ അവൻ്റെ തന്നെ ആലസ്യം, കാര്യങ്ങളെ കൃത്യമായി ക്രമീകരിച്ച് കൊണ്ടുപോകാൻ സാധിക്കാത്ത മനസ്സിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതെല്ലാം ഒരു വ്യക്തിയുടെ പരാജയങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അത് മാറാൻ മനസ്സിനൊരു ശുഷ്കാന്തി വേണം, ചടുലത വേണം. അത്തരം ചടുലത സമ്മാനിക്കുന്നത് പലപ്പോഴും ചൊവ്വയാണ്. അപ്പോൾ ചൊവ്വ ഇവിടെ 6ാം ഭാവത്തിലേക്ക് പോകുമ്പോൾ
തന്നിലുണ്ടായിരുന്ന അത്തരം ദോഷാവസ്ഥകൾ മാറാൻ ചൊവ്വ സഹായിക്കുന്നു. കാര്യങ്ങൾ സടകുടഞ്ഞെഴുന്നേൽക്കുന്നു. ഉള്ള കഴിവിനെ ഏറ്റവും നന്നായി മൂർച്ഛപ്പെടുത്തി നന്നായി പ്രതിഫലിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. അതിന് അഞ്ചിൽ നിൽക്കുന്ന വ്യാഴം, 5 മനസ്സാണ്, ബുദ്ധിയാണ്. 5ൽ നിൽക്കുന്ന വ്യാഴം അതിനെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ ആഴ്ച ഇവർക്ക് ഇവരുടെ പ്രവർത്തന രംഗത്ത് നന്നായി ശോഭിക്കാൻ സാധിക്കും. ബുദ്ധിപരമായും മാനസികമായും ശാരീരികമായും നല്ല രീതിയിൽ തങ്ങളുടെ കർമ്മരംഗത്ത് ശോഭിക്കാൻ ഈ നക്ഷത്രക്കാർക്ക്, ഈ മകരക്കൂറുകാർക്ക് ഈ ആഴ്ച സാധിക്കും. അതിൻ്റെ ഫലമായി സാമ്പത്തികമായ നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാം. 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ അവർക്ക് അറിവിൽ അനുസരിച്ച്, അവരുടെ അറിവനുസരിച്ച്, അവരുടെ സ്കില്ലനുസരിച്ച് അവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കും. അതിന് ഉണ്ടായിരുന്ന അമാന്തവും മറ്റ് തടസ്സങ്ങളും എല്ലാം മാറും. അപ്പോൾ പൊതുവെ ഗുണകരമെന്ന് തന്നെ വിശേഷിപ്പിക്കാം. അവസാനത്തെ ദിവസം അല്പം ശ്രദ്ധിക്കണം. കണ്ണ്, ചെവി, അതുപോലെ തൊണ്ട ഭാഗങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആർത്രൈറ്റിസ് അസുഖങ്ങൾ ഉള്ളവർക്കാണെങ്കിൽ അത് ജോയിൻറ്റ് പെയിനായോ അല്ലെങ്കിൽ കാലിലേക്കോ കൈകളിലേക്കോ ഒക്കെ, അതായത് ഓരോ അവയവത്തിൻ്റെയും എൻഡിലേക്ക് ഉണ്ടാകുന്ന രക്തപ്രവാഹത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടാവുകയും അത് ഫലമായിട്ട് പെയിൻ അല്ലെങ്കിൽ മരവിപ്പ് ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 28, 29, 30, 31 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രം ജന്മശനിയുടെയും അഷ്ടമശനിയുടെയും കാര്യങ്ങൾ ഞാൻ പൊതുവെ എപ്പോഴും പറയാറുള്ളതാണ്. ജന്മശനി കുംഭക്കൂറുകാർക്കും അഷ്ടമശനി കർക്കിടകക്കൂറുകാർക്കുമുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഗുണത്തെ കൊടുക്കണം. വീട്ടിൽ പ്രത്യേകിച്ചും ഗുണം കിട്ടണം. ഇവർ ഏർപ്പെടുന്ന മേഖലയിൽ, പ്രവർത്തിക്കുന്ന ഓഫീസുകളിൽ, കർമ്മരംഗത്ത് ഒക്കെ കുറച്ചുകൂടി ഇവർക്ക് ഈശ്വരാനുഗ്രഹം കാണുന്നുണ്ട്. വാഹനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലും ഗുണം കാണുന്നു. വീട് മാറുന്നതിലോ വീടുമായി ബന്ധപ്പെട്ടുള്ള അറ്റകുറ്റപ്പണി നടത്തുന്നതിലോ ഒക്കെ ഇപ്പോൾ ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളുണ്ട്. അതുകൊണ്ട് പൊതുവെ ഗുണകരമാണ്. 5ാം ഭാവത്തിലേക്ക് ചൊവ്വ പോയിരിക്കുന്നത് കൊണ്ട് ശ്രദ്ധിക്കുക. സന്താനങ്ങൾക്ക് നേരിയ തോതിലുള്ള ശാരീരികമായ അവശതയോ അസുഖമോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. എന്നാൽ ബുദ്ധിപരമായി നോക്കുമ്പോൾ 5ലെ ചൊവ്വ, പ്രത്യേകിച്ചും ബുധൻ്റെ രാശിയിൽ, ബുധൻ ചൊവ്വയ്ക്ക് ശത്രുവാണ്. എന്നാൽ ഏതെങ്കിലും വിധത്തിലുള്ള ചില പ്രസരിപ്പുകൾ ഇപ്പോൾ ഈ നക്ഷത്രക്കാർക്ക്, കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകും. അതവർക്ക് കർമ്മത്തിൽ കുറച്ചുകൂടി അവരെ പിടിച്ചു നിർത്താൻ സഹായിക്കുകയും അവരെക്കുറിച്ച് മറ്റുള്ളവർക്കുണ്ടായിരുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകൾക്കൊരു മാറ്റമുണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കുംഭക്കൂറുകാർക്ക് കർമ്മരംഗത്തും അതിനെ തുടർന്നുണ്ടാകുന്ന സാമ്പത്തിക നേട്ടത്തിനും ഗുണകരമായ ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശുക്രൻ ഇവർക്കിപ്പോൾ സഞ്ചരിക്കുന്നത് അഷ്ടമത്തിലാണ്. ശുക്രൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ, അതുപോലെ ബുധൻ 6ലും സഞ്ചരിക്കുമ്പോൾ വിദ്യാസംബന്ധമായ കാര്യത്തിലും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലുമൊക്കെ ചെറിയ ചില തടസ്സങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചില ബുദ്ധി മാന്ദ്യങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഓരോ കാര്യം ചെയ്യുമ്പോഴും അങ്ങേയറ്റം കരുതലോടുകൂടി ചെയ്യുക. 4ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ അനുഗ്രഹം എന്തായാലും ഇവർക്കുണ്ടാകും. ശുക്രൻ നീചനാണ്, പ്രത്യേകിച്ചും 8ൽ ശുക്രൻ നീചനാകുമ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതിനാൽ അത് വലുതായിട്ട് വരില്ലെങ്കിലും ദാമ്പത്യത്തിൽ അല്പം പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ ജെനിറ്റൽ ഓർഗൻസ്, അടിവയറ്, ഈ ഭാഗത്തൊക്കെ അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പുളിച്ചു തികട്ടൽ പോലെ, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ പോലെയൊക്കെ എപ്പോഴും അസ്വസ്ഥതയുണ്ടാക്കാം. അതുകൊണ്ട് ആഹാരത്തോടും ഒക്കെ ഒരു വെറുപ്പുണ്ടാകാം. പൊതുവെ ഒരു വിരക്തി ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 25 താരതമ്യേന നല്ല ദിവസമാണ്. പിന്നെ 30 ഉച്ചയ്ക്ക് ശേഷം 31 ഗുണമുള്ള ദിവസമാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂർ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. പലപ്പോഴും ഇവരെക്കുറിച്ച് പറയുമ്പോൾ ഈ ജന്മത്തിൽ നിൽക്കുന്ന രാഹുകേതുക്കളുടെ കാര്യം പറയേണ്ടി വരുന്നത് കൊണ്ട് പലരും ചോദിക്കുന്നുണ്ട്, ഈ ആഴ്ചകളിൽ തുടർച്ചയായി ഇങ്ങനെ ഇത് പറയുന്നത് എന്തിനാണ്, അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ജന്മത്തിൽ രാഹുവോ കേതുവോ നിന്നാൽ നാം തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ പറയണം. ഒന്ന്, അതൊരു ഛായാഗ്രഹമാണ്. ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടെന്നുള്ളതിനെ ഇല്ലെന്നും ഇല്ല എന്നുള്ളതിനെ ഉണ്ടെന്നും തോന്നിപ്പിക്കുന്ന ഒരുതരം ഇല്യൂഷണറി അവസ്ഥ രാഹുകേതുക്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിൽക്കുന്ന രാശി ഏതാണോ അതിന് ആണ് ബലം കിട്ടുക. ഇപ്പോൾ മീനം രാശിയിൽ നിൽക്കുമ്പോൾ മീനക്കൂറുകാർക്ക് പ്രശ്നമുണ്ടാകാം. അവരെ സംബന്ധിച്ച് അപവാദങ്ങൾ ഉണ്ടാകാം. അവർ പലതും ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ റിസൾട്ട് അങ്ങനെ തന്നെ വരണമെന്നില്ല. അതുപോലെ വ്യാഴം സഞ്ചരിക്കുന്നത് 3ലാണ്. ശുക്രൻ ഇപ്പോൾ 7ാം ഭാവത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട് അവർക്ക് എന്തായാലും ഗുണം കാണുന്നു. ശുക്രൻ 7ാം ഭാവത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും അവരുടെ കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലതയും കൂടുതൽ
സുതാര്യതയും അതുപോലെ തന്നെ സന്തോഷവുമൊക്കെ സിദ്ധിക്കുന്നു. അത് പ്രവർത്തനങ്ങളിൽ കൂടുതൽ മികവ് നൽകുന്നു. 7-ലെ ശുക്രൻ ദാമ്പത്യത്തിൻ്റെ സുഖം മാത്രമല്ല കാണിക്കുന്നത്, പ്രവർത്തനങ്ങളിൽ, ബിസിനസ്സിൽ, ജോലിയിൽ ഇതിലെല്ലാം തന്നെ പ്രാപ്തി കാണിക്കുന്നു. അപ്പോൾ കർമ്മരംഗത്തുള്ള പ്രാപ്തി സാമ്പത്തിക നേട്ടമായി വരും. 7-ാം ഭാവം നിവൃത്തി സ്ഥാനം കൂടിയാണ്. എന്താണോ ഡിസൈർ ചെയ്യുന്നത് അത് കിട്ടാനുള്ള ഒരു അവസ്ഥയാണ്. രാഹുകേതുക്കൾ നിൽക്കുന്നുണ്ടില്ല എന്ന് പറയുന്നില്ല. ശുക്രൻ ശുഭഗ്രഹമായതിനാൽ ശുക്രൻ്റെ ദൃഷ്ടി കൊണ്ട് രാഹുവിൻ്റെ ദോഷവും അതുപോലെ തന്നെ ശുക്രൻ്റെ ദൃഷ്ടി കൊണ്ട് ശുക്രൻ്റെ യോഗം കൊണ്ട് കേതുവിൻ്റെ ദോഷവും പരിഹരിക്കപ്പെടും ഒരു പരിധിവരെ. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശുക്രനുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കൂടി പരിഹരിക്കുമ്പോൾ പൊതുവെ ഈ ആഴ്ച ഇവർക്ക് സാമ്പത്തിക ഗുണവും ജീവിത പങ്കാളിയുമൊത്തുള്ള നല്ല നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനും ജീവിത പങ്കാളിയിൽ നിന്ന് ധനം നേടുന്നതിനുമൊക്കെ ഇവർക്ക് ഗുണമുണ്ടാകും. അല്ലെങ്കിൽ സൗഹാർദ്ദങ്ങളിൽ നിന്ന് ഇവർക്ക് ഗുണമുണ്ടാകും. യാത്ര ഗുണകരമായിട്ട് വരും. ജോലി സംബന്ധമായ കാര്യങ്ങളിലും ഇവർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. എന്നാലും രാഹു ജന്മത്തിൽ നിൽക്കുന്നത് കൊണ്ട് അസുഖം ചിലപ്പോൾ വന്നേക്കാം. അറിയപ്പെടാത്ത അസുഖങ്ങളോ അല്ലെങ്കിൽ കാണപ്പെടാത്ത ചില അസുഖങ്ങളോ ശ്രദ്ധിക്കപ്പെടാത്ത ചില അസൗകര്യങ്ങളോ ഒക്കെ ശരീരത്തിനുണ്ടാകാം. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. സാമ്പത്തികമായിട്ട് ഇപ്പോൾ വലിയ ദോഷമൊന്നും കാണുന്നില്ല. 4-ലേക്ക് ചൊവ്വ പോയിരിക്കുന്നതുകൊണ്ട് വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം. മാതാവിന് ശാരീരികമായ അവശതയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 26, 27 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധി പാലിക്കുക. കറുത്ത വസ്ത്രം ശനിയാഴ്ച ധരിക്കുന്നത് ഉത്തമമാണ്. നീരാഞ്ജനം സമർപ്പിക്കുക, അതായത് എള്ളുതിരി കത്തിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷമാണ് കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. പലരും ചോദിച്ചിട്ടുണ്ട്, ഞാൻ മറുപടി കൊടുത്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. അഹങ്കരിക്കാതിരിക്കുക. താൻ കേമനാണ് എന്നൊരു മട്ട് ഒരിക്കലും ശനിക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് അത് കാണിക്കാതിരിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിൻ്റെയോ ശനീശ്വരൻ്റെയോ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കറുത്തപട്ട് സമർപ്പിക്കുക. അടുത്തത് വ്യാഴദോഷത്തിനാണ്. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി ജപിക്കുക. വിഷ്ണുസ്വാമി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം പാൽപ്പായസ നൈവേദ്യമോ നെയ്വിളക്ക് കത്തിക്കലോ ഒക്കെ ആകാം. മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. അടുത്തത് കേതു ദോഷത്തിന് ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയെ നമ എന്ന് ജപിക്കുക. അല്ലെങ്കിൽ കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഗണപതിക്ക് കർഗമാല അർപ്പിക്കുക, തേങ്ങ ഉടയ്ക്കുക. ഗണപതിക്ക് ഈ നക്ഷത്രക്കാരുടെ ആർക്കാണോ വിഷമങ്ങളുള്ളത് അവരുടെ നക്ഷത്രത്തിൽ അർച്ചനകൾ നടത്തുക. ഓം നാഗായ നമ എന്ന് ജപിക്കുക. നാഗങ്ങൾക്ക് 100 പാലും കൊടുക്കുക. ആയില്യത്തിനോ അല്ലെങ്കിൽ വിഷമം അനുഭവിക്കുന്നവരുടെ പക്കനാളിനോ. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്തയാഴ്ച. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.